അപ്പോൾ ദേ ഗായ്സ് നമ്മൾ വയനാട് വന്നത് വേറൊന്നും കൊണ്ടിട്ടല്ല കേട്ടോ. അച്ഛൻ്റെ കസിൻസിൻ്റെ വീട്ടിൽ നമ്മൾ വിരുന്ന് വന്നിട്ടുണ്ടായിരുന്നില്ല. അവരുടെ കുറച്ച് കസിൻസ് വയനാടാട്ടോ ഉള്ളത്. അങ്ങനെ നമ്മളവിടെ അടുത്തുള്ള കുറച്ച് സ്ഥലത്തൊക്കെ വെറുതെ ഒന്ന് ചുറ്റിക്കറങ്ങാൻ വേണ്ടിയിട്ട് പോയി. അപ്പോൾ അതാ കൂടെയുള്ളത് എൻ്റെ ചേച്ചിയുടെ മക്കളാട്ടോ. നമ്മൾ നേരെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു മല കാണാം. അതാണ് ഗായ്സ് ഫാൻറ്റം റോക്ക്. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഫാൻറ്റം റോക്ക് കാണാം. അവിടെ ഗേറ്റൊക്കെ വെച്ച് അടച്ചിട്ടുണ്ട്. മേ ബി കയറാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും അതുവഴി. പിന്നെ ഞങ്ങൾ അങ്ങനെ നടക്കുക കേട്ടോ. മാരാണെന്നുണ്ടെങ്കിൽ ആട് ഫാം കാണിച്ചു തരാം, കാപ്പിക്കൂരൂടെ ഇത് കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നമ്മൾ ഓരോ കുഞ്ഞു വഴി കയറുമ്പോഴും ഈ ഫോറസ്റ്റ് മൊത്തം കാടാണ് ഗായ്സ്. നമ്മൾ ആട് ഫാമൊക്കെ കണ്ടിട്ടോ, ചെറുതായിട്ടേ കണ്ടോളൂ. അപ്പോൾ ഇതാണ് അവന്മാർ പറഞ്ഞ കാപ്പിക്കുരുത്തോട്ടം. ഇതാണ് കാപ്പിക്കുരു. ഇത് ഉണക്കി പൊടിച്ചതിന് ശേഷമാണ് നമുക്ക് കാപ്പിപ്പൊടിയായിട്ട് കിട്ടുന്നത്. ഇനി നമുക്ക് കാപ്പിക്കുരുത്തോട്ടങ്ങളുടെ ഇടയിൽ കൂടി ഒരു നടത്തമായാലോ. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാപ്പിക്കൂരുടെ ചെടികളുടെയൊക്കെ ഇടയിൽ കൂടി ഇങ്ങനെ നടക്കാൻ വേണ്ടിയിട്ട് കണ്ടോ. കൂടാതെ തന്നെ അതിൻ്റെ താഴത്തൊക്കെ നല്ല ചെളി ഉണ്ടായിരുന്നു, കാല് ഫുള്ള് ചെളിയായി. കാപ്പിക്കൂരത്തോട്ടത്തിൻ്റെ ഇടയിൽ കൂടെ എങ്ങോട്ടാണ് പോകുന്നതെന്നറിയോ? വേറെ എങ്ങോട്ടും ഇല്ല ഗൈസ്, നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ അതാ വീട്ടിലെത്തി, കറങ്ങി ചുറ്റിയാണ് വീട്ടിലെത്തിയത്. അപ്പോൾ കാലൊക്കെ നല്ല ചെളിയായിട്ടുണ്ട്, കാലൊക്കെ അങ്ങനെ കഴുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ, ബൈ.